ഇവർ ഒരു ദിവസം നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ ഒന്ന് ഫീസ് വരും, കറക്റ്റാണ് വരും. അത് കറക്റ്റാണ് ഊരാൻ ഇവർക്കറിയാം. ഒരു ദിവസം നമ്മൾ തെറ്റിപ്പോയാൽ കറക്റ്റ് ഫീസ് ഊരാൻ ഇവർക്കറിയാം. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നപ്പോൾ ഈ മഴയായിരുന്നു. മഴ പെയ്തപ്പോൾ ഈ ഓല വന്നടിച്ച് കട്ട് ചെയ്തിരുന്ന ന്യൂട്രൽ ലൈനിൽ ഓല താന്നപ്പോൾ അതിൽ ഫേസ് ലൈനിൽ അങ്ങനെ ടച്ചായി. അവരിതെല്ലാം കാണുന്നത് തന്നെ, കാണിച്ചു കൊടുക്കുന്നത് തന്നെ. അവർക്ക് എവിടെ സമയം ഇതൊക്കെ ചെയ്യാൻ? അവർക്ക് ഇതൊക്കെ ഒന്നും ചെയ്യാൻ സമയമില്ല. ഇതിങ്ങനെ ഉറഞ്ഞുറഞ്ഞുണ്ടല്ലോ, ഈ റബ്ബർ ഇത് മറിഞ്ഞു വീഴുമ്പോൾ ഈ കമ്പി പോട്ട്. ഇതുപോലെ രാത്രി സമയങ്ങളാണെങ്കിൽ എന്താ ചെയ്യും? അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നപ്പോൾ ഈ മഴയായിരുന്നു. മഴ പെയ്തപ്പോൾ ഈ ഓല വന്നടിച്ച് കട്ട് ചെയ്തിരുന്ന ന്യൂട്രൽ ലൈനിൽ ഓല താന്നപ്പോൾ അതിൽ ഫേസ് ലൈനിൽ അങ്ങനെ ടച്ചായി. അതായത് നേരത്തെ തന്നെ ആ ഡെഡ് ലൈനായിരുന്നു. ഇത് അങ്ങോട്ട് ഉപയോഗമില്ലാത്ത ലൈനായിരുന്നു. അതിന് അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസർ അറിയിച്ചു. അവർ രണ്ട് സൈഡും ഫേസ് കട്ട് ചെയ്തിരുന്നിട്ട് ആ ലൈനിന് സപ്ലൈ ഇല്ലാത്ത ലൈനായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു തെങ്ങ് മറിഞ്ഞ ലൈനിലേക്ക് വീഴുന്നപ്പോൾ ആ പോസ്റ്റ് അല്പം ചാഞ്ഞിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നപ്പോൾ ഈ മഴയായിരുന്നു. മഴ പെയ്തപ്പോൾ ഈ ഓല വന്നടിച്ച് കട്ട് ചെയ്തിരുന്ന ന്യൂട്രൽ ലൈനിൽ ഓല താന്നപ്പോൾ അതിൽ ഫേസ് ലൈനിൽ അങ്ങനെ ടച്ചായി. അങ്ങനെയാണ് ഇത് അപകടം ഉണ്ടായതെന്നാണ്. KSB അറിയിച്ചിരുന്നോ? KSB ഈ തെങ്ങ് വീഴുന്ന അറിയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറിയിച്ചോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇത് ലൈനിൽ ഡെഡ് ആയതുകൊണ്ട് ആരും അറിയിക്കാൻ ചാൻസ് കുറവാണ്. അത്ര എനിക്ക് ഈ മരിച്ചയാളുടെ വീട് ഒരു 300 മീറ്റർ അപ്പുറത്താണ്. വീട്ടുകാർ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്. രാവിലെ കഴിച്ച് ചാവടിക്കാൻ പോയിട്ട് തിരിച്ച് പറഞ്ഞ വഴിക്ക് ഇങ്ങനെ ഇതുവഴി ഇറങ്ങി വന്നതേ ഉള്ളൂ. അതായത് വല്ല ഈ തേങ്ങ ഒക്കെ വിഴുന്ന് കിടക്കുന്നതൊക്കെ നോക്കും. അങ്ങനെ ഉള്ള ആ ഒരു ശീലക്കാരനാണ് പഴയ. അത് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാളെ കുഴപ്പമുണ്ടല്ല. പുള്ളിക്കാരൻ ഈ തേങ്ങ വെട്ടുന്ന ആളായതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തേങ്ങകൾ പിടിന്ന് കിടക്കുന്നതൊക്കെ നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അയാൾ ദൂഷ്യമുള്ള ആളല്ല, നല്ല ആളാണ്. KSB നേരത്തെ ഇതുപോലെ കറണ്ട് ബോംബ് വിളിച്ച് പറയുമ്പോഴേ അവർ നോക്കാറുണ്ടോ? ഇത് ഇന്ന് നടന്ന പോലെ തന്നെ വരാമെന്ന് മാത്രം പറയണത്? ഇല്ല. KSB വിളിച്ച് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അവർ എത്താറുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇന്ന കാരണം പറയാറുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. സാറിന് അങ്ങനെ ഡിലേ ഇല്ല. ഇത് രണ്ട് സൈഡും കറണ്ട് കട്ട് ചെയ്യുന്ന ലൈനായതുകൊണ്ട് സപ്ലൈ ഇല്ലായിരുന്നു. പക്ഷെ തെങ്ങ് വീഴുന്ന കാര്യം ആരും അറിയിച്ചോന്നില്ലെന്ന് എനിക്കറിയില്ല. അത് മാത്രമേ എനിക്ക് അറിയണതുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് അപകടം കുറഞ്ഞത്. പകല് സംഭവിച്ചില്ല. പകല് ഇതിപ്പം സംഭവിച്ചെന്ന് അറിയാം. 6 മണിക്ക് ശേഷം നമ്മൾ കത്തി ഉള്ളിലോട്ട് പോയിക്കണം നോക്കേ. കമ്പിയിൽ എന്തുമാത്രം കത്തി ഉള്ളിലോട്ട് ഈ റബ്ബറിൻ്റെ കൊമ്പിൽ കത്തിയിരിക്കുക. അവിടുന്ന് പാല് വരെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും മാസങ്ങൾ കൊണ്ട് ഇത് കമ്പി അവരിതെല്ലാം കാണുന്നത് തന്നെ, കാണിച്ചു കൊടുക്കുന്നത് തന്നെ. അവർക്ക് എവിടെ സമയം ഇതൊക്കെ ചെയ്യാൻ? അവർക്ക് ഇതൊക്കെ ഒന്നും ചെയ്യാൻ സമയമില്ല. ഇതിങ്ങനെ ഉറഞ്ഞുറഞ്ഞുണ്ടല്ലോ, ഈ റബ്ബർ ഇത് മറിഞ്ഞു വീഴുമ്പോൾ ഈ കമ്പി പോട്ട്. ഇതുപോലെ രാത്രി സമയങ്ങളാണെങ്കിൽ എന്താ ചെയ്യും? നമുക്കത് അറിയാൻ പറ്റില്ല. എപ്പോഴും ആൾ പോകുന്നത് ഈ റോഡല്ലേ, ആറാടിയല്ലേ. അപ്പൊ ഇതെല്ലാം ഇവരുടെ അനാസ്ഥയാണ്. ഇവർ യഥാസമയങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ചെയ്യില്ല. ആവശ്യം പോലെ ഇത് വർക്കേഴ്സുണ്ട്, പഴയതുപോലെ അല്ല. ഇവർ ഒരു ദിവസം നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ ഒന്ന് ഫീസ് വരും, കറക്റ്റാണ് വരും. അത് കറക്റ്റാണ് ഊരാൻ ഇവർക്കറിയാം. ഒരു ദിവസം നമ്മൾ തെറ്റിപ്പോയാൽ കറക്റ്റ് ഫീസ് ഊരാൻ ഇവർക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് ഇവരത് ചെയ്യുന്നില്ല, ഇതൊക്കെ ചെയ്യുന്നില്ല? നമ്മൾ ഇന്നലെ മരണം നടന്ന ബാബു എന്ന ആ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് നമുക്ക് അവരുടെ ആ സഹോദരങ്ങളോട്, അദ്ദേഹം അവിവാഹിതനായിരുന്നു, ആ വീടിന് ഒരു താങ്ങായിരുന്നു, തണലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി അവരുടെ മരണപ്പെട്ട ബാബു എന്ന ആ ജ്യേഷ്ഠൻ്റെ സഹോദരിയോട് നമുക്ക് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം. ചേച്ചി, ഇതിപ്പോഴേ ഇത് പിന്നെ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കാണ് താമസം. അതാണ് വീട്. സംഭവിച്ച ദിവസത്തെ കാര്യം ഒന്ന് പറയുമോ? സംഭവിച്ചത് ഇന്നലെ രാവിലെ എന്നത്തെ പോലെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇത് കിടക്കുന്ന കണ്ടില്ല.
ലൈൻ കമ്പി കിടക്കണ കണ്ടില്ല. എങ്ങനെയോ ഇദ്ദേഹം അതിൽ ചുറ്റി എങ്ങനെയോ കയ്യിലെങ്ങോണ്ടൊക്കെ തട്ടി അത് വീണ്. അപ്പോൾ ദേഹം മൊത്തം ഈ കമ്പി ചുറ്റി പൊള്ളലേറ്റ് അങ്ങനെയാണ് സംഭവിച്ചത്. മൊത്തത്തില് കമ്പി ചുറ്റിയോ? ഓ ചുറ്റിയെന്നാണ് പറയുന്നത് അല്ലേ? നടന്നു വരുന്ന വഴിയല്ലേ? ഓ അങ്ങനെ ചുറ്റി ദേഹമൊക്കെ കറുത്ത് പൊള്ളിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആരോ ഒരാൾ കണ്ടെന്ന് ഒരാളിങ്ങനെ കിടക്കുന്നത് കണ്ടു. അടുത്ത് നിന്നവരെ ഇങ്ങനെ വിളിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 യുവാക്കൾ കൊല മുറിക്കാനായിട്ട് പോവുകയാണ്. 2 പയ്യന്മാർ കൊല മുറിക്കാൻ പോവുകയാണ്. ഈ കൊല മുറിക്കാൻ പോകുമ്പോൾ ഇത് ബാബു അണ്ണാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ കണ്ടു നിന്നവർ പറയാണ് പിടിക്കരുത്, ഇങ്ങനെ സംഭവിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ എൻ്റെ സഹോദരൻ ആദ്യം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇന്നലെ 2 യുവാക്കളുടെ ജീവൻ കൂടെ ഞങ്ങൾക്ക് തിരികെ കിട്ടി എന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം KSBയിൽ ഇത് അറിയിച്ചിട്ട് അവരുടെ ശ്രദ്ധ കുറവാണ്. അവർ വന്ന് നോക്കി. അദ്ദേഹം മരിച്ചു കിടന്നില്ലേ? ആ ചേട്ടൻ മരിച്ചു കിടന്ന സമയത്തൊക്കെ അവിടെ തന്നെ എത്രയോ മണിക്കൂർ ഈ ബോഡി കിടന്നു പറയുന്നു. അതെ, 3 മണിക്കൂർ അവിടെ കിടന്ന് 3 മണിക്കൂർ അവിടെ കിടന്നു ബോഡി. എന്നിട്ടും ഇതിന് വേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ ചെയ്തില്ല. പിന്നീടാണ് ഇതൊക്കെ അറിഞ്ഞ് പോലീസൊക്കെ വന്നതിന് ശേഷമാണ് അവർ വന്ന് ഫോട്ടോ എടുത്തത്. ലൈനൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതൊക്കെ അപ്പോഴാണ്, അതിനുശേഷമാണ്. അതെ, അതാണ് നേരത്തെ ഇവരോട് അറിയിച്ചപ്പോൾ നാട്ടുകാര് ഈ ബോഡി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സാഹചര്യത്തിലാണ് കിടന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയി അല്ലേ? ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ മൊത്തം KSBയിൽ വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയാണ് അതിൽ കറണ്ട് ഇല്ല, സപ്ലൈ ഇല്ല, അത് കുഴപ്പമില്ല, സ്റ്റേ കമ്പി എന്നാണ് അവർ പറഞ്ഞിട്ടിരുന്നതെന്ന്. അപ്പോൾ എൻ്റെ സഹോദരൻ ഇന്നലെ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ള ജീവനക്കാർ കൊന്നതാണ്. അവർ കൊലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇത് ഈ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അധികൃതർ പറഞ്ഞു 2 മണിക്കൂർ വരെ കഴിഞ്ഞു അല്ലേ? മരണം കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറായെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ശവശരീരം ഇങ്ങനെ വീണ് കിടക്കുന്ന നാട്ടുകാരൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ ആരും വന്നില്ല. പോലീസ് വന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു? പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണമായിരുന്നു. മൊഴിയെടുക്കാൻ പറഞ്ഞു. പിന്നെ അത് പോയിട്ട് പിന്നെ ഇതിനെയൊക്കെ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനുശേഷം ഇന്നലെ മുതൽ ഇവിടെ ഇങ്ങോട്ട് കറണ്ടൊന്നും ഇല്ല, ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ പാടില്ല. പിന്നെ ബാബു എന്ന് പറഞ്ഞ സഹോദരൻ എൻ്റെ സഹോദരനാണ്. 68 വയസ്സ് പ്രായമുണ്ട്. 97 വയസ്സുള്ളതിൻ്റെ ഒരു അമ്മയുണ്ട്. അമ്മ നടക്കാനൊന്നും പറ്റിയില്ല, കിടരോഗിയാണ്. അപ്പോൾ അവരിന്നലെ പിന്നെ രാത്രി യൂറിൻ പാസ് ചെയ്തതും മറ്റുള്ള തുണികളോ ഒന്നും കഴുകാനോ എടുക്കാനോ ഒന്നും പാടില്ലാത്ത രീതിയിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ ഈ കറണ്ടിന് ലൈൻ ശരിയായിട്ടേ നിങ്ങൾക്കെല്ലാം കറണ്ട് കിട്ടുള്ളൂ? ആ ലൈൻ ശരിയാക്കിയിട്ടേ കറണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. രാവിലെ ശിക്ഷ പോലെയാണ്. രാവിലെ ഇവിടെ FIR എടുക്കാൻ ഇവിടെ പോലീസൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിങ്ങളിത് എഴുതിയിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിലൊന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ സംഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് പറ്റില്ല, അത് മുകളിൽ നിന്ന് അവർ വന്ന് നോക്കിയതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു മരണം വിളിച്ചു വരുത്തിയത്. അതാണ് അവരുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്. അവർ കൊലപ്പെടുത്തി എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അവർ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ജീവനക്കാരെ, ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ള ജീവനക്കാരെ അവരുടെ പേരിൽ നടപടി എടുക്കുകയും വേണം, അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. അതേ ഞങ്ങൾക്ക് പറയാം. ശിക്ഷിക്കണം, അവരെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് അപ്പന് തുല്യം ഞങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരനാണ്, ഞങ്ങളുടെ മൂത്ത സഹോദരനാണ്. ഞങ്ങൾ 5 മക്കളുണ്ട്. അപ്പം മൂത്ത ചേച്ചി മരിച്ചിട്ട് ഈ ജൂൺ 25-ാം തീയതി 4 വർഷം തികഞ്ഞു. 4 വർഷം തികഞ്ഞ് 3 ദിവസം ആയപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരൻ നഷ്ടപ്പെട്ടത്. ഇത്തരത്തിൽ സാധാരണക്കാരന് ഒരു ആവശ്യം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത ഉദ്യോഗസ്ഥ പ്രബുദ്ധത. അതെ, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ മരണത്തിന് കാരണം.